നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമസ്കാരം സർ. നമസ്കാരം. അതിദാരിദ്ര്യമുക്ത കേരളം ഇന്ന് കേരളപ്പിറവി ദിനത്തിൽ പ്രഖ്യാപനവുമായി പിണറായി സർക്കാർ ഇരിക്കുകയാണ്. ഇന്ന് നിയമസഭയിൽ ഇപ്പോൾ പ്രഖ്യാപനമൊക്കെ കഴിഞ്ഞു. അതിൽ പ്രതിപക്ഷം ഇറങ്ങിപ്പോകുന്ന രംഗം കണ്ടു. പ്രതിപക്ഷം ഇറങ്ങിപ്പോയതിലും കാര്യമുണ്ടല്ലോ. കാരണം ഈ പറയുന്നത് പോലെ അതിദാരിദ്ര്യ വിമുക്ത കേരളം എന്നൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ 64,000-ലധികം കുടുംബങ്ങൾക്ക് അത്രയ്ക്ക് ദാരിദ്ര്യം ഇല്ലാണ്ടാക്കി എന്നൊക്കെ പറയുമ്പോൾ ഏത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് 64,000 പേര് വന്നത്? അതിലധികം ആദിവാസി കുടുംബങ്ങൾ ഉൾപ്പെടെ ഉണ്ട് എന്ന് സാമ്പത്തിക വിദഗ്ധർ ഉൾപ്പെടെ പറയുമ്പോൾ ഏത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ ചെയ്തത്? ഈ 64,000 പേർക്കും എല്ലാ വീടുകളും കൊടുത്തോ എന്നൊക്കെയുള്ള പ്രതിപക്ഷത്തിന് ചോദ്യത്തിനൊന്നും മറുപടിയില്ല. ഞങ്ങൾ അതിദാരിദ്ര്യ വിമുക്ത കേരളമാക്കി എന്ന് ഏകപക്ഷീയമായിട്ട് പ്രഖ്യാപിക്കുന്ന പിണറായി വിജയനെയാണ് ഇന്ന് കാണാൻ സാധിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം ഒരുപക്ഷെ ലാഭമില്ലെങ്കിലും നഷ്ടമല്ലേ ഉണ്ടാക്കി വെക്കുന്നത്? നഷ്ടമല്ല, കഷ്ടവുമാണ്. രഞ്ജനി, ഞാനൊരു ഉറച്ച കമ്മ്യൂണിസ്റ്റ് വിശ്വാസിയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനുമാണ് വിദ്യാർത്ഥി ജീവിതകാലം തൊട്ട്. എന്തിനാണ് അതെന്നറിയാമോ? ഈ സിദ്ധാർത്ഥ രാജകുമാരൻ ചുറ്റും കാണുന്ന ഈ ദുരിതങ്ങൾ, മനുഷ്യരനുഭവിക്കുന്ന ദുഃഖങ്ങൾ കണ്ടിട്ട് അതിന് പരിഹാരം തേടിപ്പോയി ഗയയിൽ പോയി ആരിൻ്റെ ചുവട്ടിലിരുന്ന് ബോധനിലാവ് അദ്ദേഹത്തിന് ഉദിച്ചു എന്ന് പറഞ്ഞ പോലെ ചുറ്റും കാണുന്ന ഈ കഷ്ടതകൾ, ദൈന്യങ്ങളൊക്കെ എൻ്റെ മനസ്സിനെ എല്ലാവരുടെയും മനസ്സുപോലെ മഥിക്കുന്നതായിരുന്നു. അപ്പോൾ ഇതിനൊരു പരിഹാരമെന്ന് പറയുന്നത് ശാസ്ത്രീയമായ സോഷ്യലിസം, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പറയുന്ന സയൻറ്റിഫിക് സോഷ്യലിസം, അത് വന്നു കഴിഞ്ഞാൽ എല്ലാവരുടെയും ദുഃഖങ്ങളില്ലാതാകും, എല്ലാവർക്കും തുല്യത വരും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടൊപ്പം ചേർന്ന് വളരെ ശക്തനായിട്ടൊരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് വാദങ്ങളും സംവാദങ്ങളും ഒക്കെ നടത്തിയിട്ടുള്ളത്. പക്ഷേ കേരളത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് ഭരണം വന്നിട്ട് ഇപ്പോൾ ഏതാണ്ട് 68 വർഷങ്ങൾ കഴിഞ്ഞു. കാരണം ഐക്യ കേരളം പിറവിയെടുത്തപ്പോൾ ആദ്യത്തെ മന്ത്രിസഭ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയായിരുന്നു. അന്ന് തൊട്ട് ഇങ്ങോട്ടെടുത്താൽ ഇടയ്ക്ക് അവർ മാറിയിട്ടുണ്ട്. എന്തായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ ഉണ്ടല്ലോ, സമരവും ഭരണവുമായിട്ട്. എന്നിട്ടും ഇപ്പോൾ ഈ 68 വർഷം കഴിഞ്ഞപ്പോഴും അതിദാരിദ്ര്യം മാത്രമേ തുടച്ചു നീക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അതൊരു അത്ഭുതമല്ല, അതൊരു ദയനീയാവസ്ഥയാണ്. സോഷ്യലിസത്തിൻ്റെ എന്തെങ്കിലും ഒരു മാനദണ്ഡം പാലിച്ചുകൊണ്ടുള്ള എന്തെങ്കിലും ഒരു നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഒരു സ്ഥിതി കൈവരിക്കാൻ, അതിൻ്റെ ആദ്യ ചുവടെങ്കിലും ഒന്ന് വയ്ക്കാൻ, ദ ഫസ്റ്റ് സ്റ്റെപ്പ് തുടങ്ങാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? പറയും ഭൂപരിഷ്കരണം സി അച്യുതമേനോൻ കൊണ്ടുവന്നതാണ്. അത് കോൺഗ്രസും CPIയും കൂടി ഭരിക്കുമ്പോൾ വന്നതാണ്. അതിൽ പോലും എന്താ സംഭവിച്ചത്? നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ എന്നായിരുന്നു പാട്ട്. പക്ഷെ അങ്ങനെയാണോ സംഭവിച്ചത്? പാട്ടകൃഷി നടത്തുന്നവർക്ക് മാത്രമാണ് ഈ നെൽവയലുകൾ കിട്ടിയത്. തൊഴിലാളികൾ അപ്പോഴും വരമ്പത്ത് തന്നെയായിരുന്നു, അവരൊക്കെ ആർക്കും കിട്ടിയിട്ടില്ല. ഈ പാട്ടകൃഷി എടുത്ത് നടത്തിയ ആൾക്കാർക്ക് കിട്ടി, ജന്മിമാരുടെ സ്വത്ത്. അതാണ് സംഭവിച്ചത്. എസ്റ്റേറ്റുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണം വന്നു. എസ്റ്റേറ്റ് ആണെന്നും പറഞ്ഞ് മുതലാളികൾ പരിധിയിൽ കവിഞ്ഞ സ്വത്തുകൾ ജന്മികളായി തന്നെ ആസ്വദിച്ചു. അതല്ലേ സംഭവിച്ചത്? അതെന്ത് കമ്മ്യൂണിസമാണ്, എന്ത് സോഷ്യലിസമാണ്, എന്ത് പരിഷ്കരണമാണ്? അതുപോലും വിജയിപ്പിക്കാൻ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സാന്നിധ്യം കൊണ്ട്, ഭരണം കൊണ്ടെന്ന് ഞാൻ പറയുന്നില്ല, സാധിച്ചിട്ടില്ല. അവരാകെ സാധിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത് ഗവൺമെൻറ് ജീവനക്കാരുടെ ശമ്പളം അടിക്കടി വർദ്ധിപ്പിച്ചു. അവരുടെ പേഴ്സണൽ സ്റ്റാഫിൻ്റെ സംഖ്യ എന്ന് പറയുന്നത് 30 നമ്പർ 1 കേരളയാക്കി. മറ്റെങ്ങും ഇതുപോലെ സംഖ്യയില്ല. അവർക്കെല്ലാം പെൻഷൻ ഉറപ്പാക്കി. അങ്ങനെ കുറച്ച് പാർട്ടി പ്രവർത്തകർക്ക് സ്ഥിരമായിട്ട് പെൻഷൻ കിട്ടാൻ തുടങ്ങി. അതുപോലെ തന്നെ നമ്മുടെ PSC അംഗങ്ങൾ, അവർ നിയമിക്കുന്നതാണ്, അവരുടെ നിയമനങ്ങളാണ്, പൊളിറ്റിക്കൽ നിയമനങ്ങൾ. അവരുടെ ശമ്പളം ജില്ലാ ജഡ്ജിമാരുടെ ഇതിന് തുല്യമാക്കി മാറ്റി. 5 വർഷം കൂടുമ്പോൾ ശമ്പള കമ്മീഷൻ സംസ്ഥാന ജീവനക്കാർക്ക് വേണ്ടിയിട്ട് ചമച്ചു. എന്തിനു വേണ്ടി? സർക്കാർ ജീവനക്കാരുടെ സംഘടന എന്ന് പറഞ്ഞ NGO യൂണിയൻ, അതാണ് അവർ ഏറ്റവും പ്രബലമായ സംഘടന. ആ സംഘടനയുടെ സമ്മർദ്ദത്തിന് വേണ്ടി ഇതെല്ലാം ചെയ്തു കൂട്ടിയപ്പോഴാണ് കേരളത്തിൽ പട്ടിണി രൂക്ഷമായത്, മറ്റുള്ളവൻ്റെ അവസ്ഥ കഷ്ടമായത്. അതേസമയം ആശാ വർക്കർമാർ, അവരും കേരളത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് ഒരഴിമതിയുമില്ലാതെ സേവനം ചെയ്യുന്നവരാണ്. അവർക്കിപ്പോൾ അവസാനം തിരഞ്ഞെടുപ്പ് വന്നപ്പോഴാണ് 1000 കിട്ടിയത്. മനസ്സിലാക്കണം, അത് 33 രൂപയാണ്. അതെ, അവർ തന്നെയാണ് പറഞ്ഞത്, ഞങ്ങൾ പലരും ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയാണ്, ഞങ്ങൾ അതിദാരിദ്ര്യത്തിലാണ്, അതുകൊണ്ടാണ് ഇവർ മഴയും വെയിലും
മഞ്ഞുമെല്ലാം അനുഭവിച്ചുകൊണ്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇവിടെ സമരം നടത്തിയത്. എന്ന് പറഞ്ഞാൽ ഇവിടെ കടന്ന് മരിക്കുന്നതാണ് വീട്ടിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത്. ഒരു തരം ആത്മഹത്യയായിരുന്നു അത്. മാത്രമല്ല, ഈ ഒരു കണക്ക് പ്രകാരം 5 ലക്ഷത്തിലധികം ആൾക്കാർ അതിദാരിദ്ര്യ അവസ്ഥയിലുണ്ട് എന്നുള്ള കണക്കുകൾ 2021-22 കാലഘട്ടത്തിൽ വന്നതിന് ശേഷം പിന്നെ എങ്ങനെയാണ് 60,000-ലോട്ട് ചുരുക്കാൻ കാരണം? ഒരു മാജിക്, അതൊക്കെയാണ് പിണറായി മാജിക്. PM ശ്രീ ഒപ്പിട്ടത് അറിഞ്ഞോ? ഒരു ജേർണലിസ്റ്റാണല്ലോ രഞ്ജിനി, അറിഞ്ഞോ? വിദ്യാഭ്യാസ മന്ത്രി അറിഞ്ഞില്ല, ഇടതുപക്ഷ മുന്നണി അറിഞ്ഞില്ല, മന്ത്രിസഭ അറിഞ്ഞില്ല. അങ്ങനെ ഒരു മാജിക്ക് സാധിച്ചതുപോലെ ഇതൊരു തട്ടിപ്പാണെന്നേ. ഞാനും പോയിട്ടുള്ളതാണ് കില എന്ന് പറയുന്ന സ്ഥാപനത്തിനെയാണ് ഇവരെ ആശ്രയിച്ച് പറയുന്നത്. വാസ്തവത്തിൽ കിലയൊന്നും അല്ല ഇത് പറയേണ്ടത്. ഇത് പറയേണ്ടത് യുണൈറ്റഡ് നേഷൻസിന്, അതായത് ഐക്യരാഷ്ട്രസഭയ്ക്ക് ഇതിനായിട്ടുള്ള സംഘടനകളുണ്ട്. അല്ലെങ്കിൽ വേൾഡ് ബാങ്ക് പറയണം. അവർക്കാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സും പാരാമീറ്റേഴ്സും ഒക്കെ ഉള്ളത്, കണക്കെടുപ്പ് നടത്താനും കഴിവുള്ളത്. അവർ പറയണം. അവർ പറയുന്നതനുസരിച്ച് ഉള്ള മാനദണ്ഡങ്ങൾ പൂർത്തീകരിച്ചു എന്ന് ആരാണ് പ്രഖ്യാപിക്കേണ്ടത്? അവിടെയാണ് വിഷയം. ഞാനൊരു പരീക്ഷ അങ്ങോട്ട് എഴുതിയിട്ട് ഞാൻ തന്നെ അതിന് മാർക്കിട്ടിട്ട് എനിക്ക് 100-ൽ 100 കിട്ടി എന്ന് പറഞ്ഞാൽ അതിന് ക്രെഡിബിലിറ്റി ഉണ്ടോ? ഇത് തന്നെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. പിണറായി വിജയൻ്റെ കീഴിലുള്ള കില പറഞ്ഞു ചില മാനദണ്ഡങ്ങളുണ്ട്, അതെല്ലാം അതുപോലെ ഉണ്ടെന്ന് MP രാജേഷ് പറഞ്ഞു. അപ്പോൾ ശരി, നിങ്ങൾക്ക് 100-ൽ 100 മാർക്ക്, അതാണോ? ഇതിനൊരു എക്സാമിനേഷൻ ബോർഡ് വേണ്ടേ? അത് വാല്യുവേഷൻ നടത്താൻ ഒരാൾ വേണ്ടേ? എവാല്യുവേഷൻ വേണ്ടേ? ഇതൊന്നും നടന്നിട്ടില്ല. ചുമ്മാ അവർ തന്നെ പറയുന്നു. ശരിക്കും ഈ ദാരിദ്ര്യ വിമുക്ത കേരളം നമുക്ക് അല്ലെങ്കിൽ നാട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഈ അതിദാരിദ്ര്യ വിമുക്ത കേരളമായി എന്ന് പറയുമ്പോഴും ഈ പറയുന്ന എന്ത് അടിസ്ഥാനം എന്ന് ചോദിക്കുമ്പോൾ ദാരിദ്ര്യത്തിൽ കിടക്കുന്നവർ അതിദാരിദ്ര്യത്തിലേക്ക് പോയിക്കൂടാ എന്നുണ്ടോ? ഇല്ല. അതിദാരിദ്ര്യത്തിൽ കിടക്കുന്നവർ ദാരിദ്ര്യത്തിലോ അതില്ലെങ്കിൽ സമ്പന്ന വ്യവസ്ഥയിലോട്ടോ പോകാനും സാധ്യതയില്ലേ? അപ്പൊ ഇത് ഏത് കണക്കാണ്? എങ്ങനെയാണ് ഇതിൻ്റെ ഒരു കാരണം? എപ്പോഴും ഈ നമ്മളുടെ ഇപ്പൊ ടാക്സ് വർധന അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങൾ, പെട്ടെന്നുള്ള അപകടങ്ങൾ, അല്ലെ കുടുംബനാഥന് ഉണ്ടാവുന്ന അല്ലെ വീട്ടിലുള്ള മാറാ രോഗങ്ങൾ, ഇതൊക്കെ വരുമ്പോൾ ദാരിദ്ര്യത്തിലുള്ളവർ പോലും പെട്ടെന്ന് അതിദാരിദ്ര്യത്തിലോട്ട് പോകും. 2023 ഈ കണക്കനുസരിച്ച് എത്രയോ കുടുംബങ്ങൾ ഒരുപക്ഷെ ഇതിനേക്കാളും ബുദ്ധിമുട്ടി ഉള്ള അവസ്ഥയിൽ നിന്നും താഴോട്ട് വന്നിട്ടുണ്ട്. അവരുടെ കണക്കുകളില്ലല്ലോ ഇതിനകത്ത്. ഞാനിപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഡേറ്റ വെച്ച് പറയാം. ഇവരിപ്പോൾ കണക്കാക്കിയിരിക്കുന്നത് 30 രൂപ ദിവസ വരുമാനം. 200 രൂപയാണ് വേണ്ടത് സാർവദേശീയ മാനദണ്ഡം അനുസരിച്ച്. ഏത് ആഫ്രിക്കൻ രാജ്യമായാലും അത്രയും വരുമാനമുണ്ടെങ്കിൽ അതിദാരിദ്ര്യത്തിന് കീഴിലായി എന്ന് അവർ പറയും. അത് കൃത്യമായ പാരാമീറ്റേഴ്സ് ഉണ്ട്. ആ പാരാമീറ്റേഴ്സ് കളക്ട് ചെയ്യാൻ ആൾക്കാർ വേണം. രഞ്ജിനിയുടെ വീട്ടിൽ ആരെങ്കിലും ഇത് ഡേറ്റ കളക്ട് ചെയ്യാൻ വന്നോ? രഞ്ജിനി ദാരിദ്ര്യത്തിലാണോ? ഇല്ല, എൻ്റെ വീട്ടിലും വന്നിട്ടില്ല. അപ്പം എങ്ങനെ അസംഷൻ നടത്തും? എൻ്റെ വരുമാനം എന്താണ്, വീട്ടിൽ കിട്ടുന്നത് എത്രയാണെന്ന് അറിയണ്ടേ? അറിഞ്ഞല്ലാതെ എങ്ങനെ ഒരു അസംഷൻ നടത്തും? അങ്ങനെ നടത്തുന്ന ഒന്നാണ് ഈ പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ലെങ്കിൽ സർ എന്ന് പറയുന്നത് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന് പറയുന്ന വോട്ടർ പട്ടിക. അതുപോലൊരു റിവിഷൻ നടത്തി മാത്രമേ കേരളത്തിൽ അതിദരിദ്രരുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റൂ. ഇത് 54,000 പേരെ അങ്ങോട്ട് മാറ്റി നിർത്തി അവരെ എല്ലാം കുറച്ച് പൈസയും കൊടുത്തിട്ട് അവർക്ക് ദാരിദ്ര്യമില്ല എന്ന് പറയുന്നത് ഒരു തരം തട്ടിപ്പാണ്. ഇതും നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ ചുമ്മാതെ കണ്ട് അല്ല. ഇന്നലെ ഞാൻ 1-2 മാധ്യമങ്ങളിൽ കണ്ടിരുന്നു. ഇവർ ഇപ്പോൾ ഈ അതിദാരിദ്ര്യ വിമുക്ത കേരളം പ്രഖ്യാപിക്കുന്നത് കൊണ്ട് തന്നെ അറിയാലോ നമ്മുടെ മാധ്യമങ്ങൾ എവിടെ പോയി എന്തും തപ്പിയെടുത്തോണ്ട് വരും. ഇന്നലെ ഒരു 11-12 കുടുംബങ്ങളോളം ചേരിയിൽ ഒരു ഷീറ്റിന്റെ താഴെയിൽ വളരെ ബുദ്ധിമുട്ടിൽ, കാർഡില്ലാത്തവരുണ്ട്, റേഷൻ കാർഡില്ല, വോട്ടർ ഇതിലില്ല, ഇങ്ങനെ ഒരു തരത്തിലും ഇല്ലാതെ കഴിയുന്നവരുണ്ട്. റേഷൻ കാർഡ്, മഞ്ഞ കാർഡും ഒക്കെ ഉള്ള അങ്ങനെ ഒരു വിഭാഗമുണ്ട്. ഏകദേശം 10-11 കുടുംബങ്ങളോളം ആ ഒരു അവസ്ഥയിൽ വളരെ ബുദ്ധിമുട്ടി. അതായത് ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാണ്ട് ലൈഫ് ലൈൻ പദ്ധതി എന്ന് പറയുന്നത് വെറുതെ ഒരു പാഴ്വാക്കായിക്കൊണ്ട് അവർക്കൊരു വീട് പോലും ഇല്ലാണ്ട് കഴിയുന്ന കുറെ കുടുംബങ്ങളെ ഇന്നലെ ഒരു മാധ്യമം റിപ്പോർട്ടർ TV ആണോ ഒന്ന് പുറത്ത് വിട്ടത് ഞാൻ കണ്ടു. അതുകൂടാതെ ഇന്ന് VD സതീശൻ പറഞ്ഞ ഒരു അല്ല, അത് നേരിട്ടാണ് പോയി അവര് ഇത് ചെയ്തേക്കുന്നത്. പിന്നെ ഈ പറയുന്നോണം ഒരു വൃദ്ധൻ പട്ടിണി കിടന്ന് മരിച്ചു എന്ന് ഇന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ചുറ്റും നടക്കുന്ന നമ്മൾ നേരത്തെയുള്ള ചർച്ചയിൽ പറഞ്ഞതുപോലെ ഈ അച്ചയൻസ് ഗോൾഡ് അങ്ങനെ എന്തോ പറയുന്ന ഒരു കോട്ടയംകാരൻ, അദ്ദേഹം ഒരു വ്ളോഗിങ് നടത്തുന്നുണ്ട്. അദ്ദേഹം ഇത്തരത്തിലുള്ള പാവങ്ങളെ ചെന്ന് കണ്ടിട്ട് അവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്നതും ആഹാരത്തിന് പോലും ബുദ്ധിമുട്ടുന്ന അല്ലെങ്കിൽ കുഞ്ഞു കുട്ടികളൊക്കെ പോയി റോഡ് സൈഡിൽ നിന്ന് വിൽപ്പനയും കച്ചവടവും ഒക്കെ നടത്തുന്ന അവരെയൊക്കെ കണ്ടെത്തി അവർക്ക് വേണ്ടുന്ന അദ്ദേഹത്തിനെയും കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ അദ്ദേഹം ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതെങ്കിലും ഒന്ന് സഖാക്കന്മാർ കണ്ടിട്ട്
എന്നിട്ട് വേണ്ട ഈ അതിദാരിദ്ര്യ വിമുക്ത കേരളം എന്ന് പ്രഖ്യാപിക്കാൻ. വീടൊന്നും ഇല്ലാണ്ട് ഞാൻ ഈ ഇടയ്ക്ക് പോലും കണ്ടേ, കഴിഞ്ഞ ആഴ്ച ഞാൻ കണ്ടതാണ്, ഒരു ഷീറ്റിൻ്റെ കൂരയിൽ ഒരമ്മയും 2 കുഞ്ഞുങ്ങളും കൂടെ. ഒരു പക്ഷേ അവരുടെ ഭർത്താവ് മരിച്ചു പോയത് ആ ഒരു അവസ്ഥയിൽ നിന്നായിരിക്കും അതിദാരിദ്ര്യമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോയത്. അപ്പോൾ അവർക്ക് വീടില്ല, ഭക്ഷണമില്ല, ദിവസങ്ങളായിട്ട് അവർ കാണിക്കുന്നുണ്ട് കലമൊക്കെ വെറുതെ അടുപ്പിൽ. ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ നമുക്ക് സങ്കടമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി ഒരു കുട്ടിയെ ഇപ്പം ഒരു കുഞ്ഞ് ഇതേപോലെ റോഡ് സൈഡിൽ നിന്ന് എന്തോ വിൽക്കുന്നു, അത് കണ്ടുകൊണ്ട് അദ്ദേഹം ചെന്ന് വീടിൻ്റെ അവസ്ഥ ചെന്ന് കണ്ടപ്പം ഭയങ്കര ബുദ്ധിമുട്ടിലുള്ള ഒരു കുടുംബം. ആ കുട്ടിയാണ്, കൊച്ചുകുട്ടി, 10-12 വയസ്സുള്ള ഒരു കുട്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു വിൽപ്പന. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെ ചുറ്റുമുള്ള നിരവധി കാര്യങ്ങൾ നിൽക്കുമ്പോഴാണോ ഈ അതിദാരിദ്ര്യ വിമുക്ത കേരളം അതുപോലെ ഏകപക്ഷീയമായിട്ട് അങ്ങനെ പ്രഖ്യാപിക്കുന്നത് ശരിയാണോ? നോക്കൂ, ഇപ്പോൾ രഞ്ജിനി പറഞ്ഞ അവിടം വരേക്കൊന്നും പോകണ്ട നമ്മൾ ഈ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട്. വേണ്ട, രാത്രിയിലും ആകണ്ട, രാത്രിയും വേണ്ട. പട്ടാപ്പകൽ തന്നെ സെക്രട്ടേറിയറ്റിൻ്റെ തൊട്ടു പിന്നിലുള്ള YMCA ഉണ്ടല്ലോ, YMCA കെട്ടിടം, ആ കെട്ടിടത്തിൻ്റെ വെളിയിൽ, അങ്ങോട്ട് കയറ്റത്തില്ല, കെട്ടിടത്തിൻ്റെ വെളിയിലേക്ക് നിങ്ങൾ നോക്കൂ. ഒരു 12-1 മണിക്ക് മുമ്പ് ദയനീയമായ മുഖങ്ങൾ അതിനകത്തു നിന്ന് സൗജന്യമായിട്ട് കൊടുക്കുന്ന ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്നത് കാണാം. ആണുങ്ങളുമുണ്ട്, പെണ്ണുങ്ങളുമുണ്ട്. അപ്പോൾ അതിദാരിദ്ര്യത്തിന് താഴെയാണെങ്കിൽ ഈ പൊരിയുന്ന വെയിലിൽ അവിടെ വന്നിങ്ങനെ വ്യഥകൾ അനുഭവിക്കും. 2, രാത്രിയാവും സെക്രട്ടേറിയറ്റിൻ്റെ സൗത്ത് ഗേറ്റിന് സമീപം തന്നെ ആ NSSൻ്റെ മന്ദിരമുണ്ടല്ലോ, അതിൻ്റെ മുമ്പിൽ തന്നെ കുറേ പേര് അന്തി ഉറങ്ങുന്നവരുണ്ട്, പ്രായമായവരാണ്. അപ്പോൾ ഈ പറഞ്ഞ റോട്ടി കപ്പട അവർ മകാൻ, ആഹാരം, വസ്ത്രം, പാർപ്പിടം, ഇതിൻ്റെ അടിസ്ഥാന സൗകര്യം, ഒറ്റമുറിയുള്ള വീടെങ്കിലും ഒരടച്ചുറപ്പുള്ള വീടെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കും. ഇനി വേണ്ട, ഈ പ്രഖ്യാപനത്തെ പരിഹസിച്ചുകൊണ്ട് തന്നെ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ നമുക്ക് കാണാം നിത്യം ഏത് സമരങ്ങൾ അവിടെ ഇല്ലാതാവുന്ന അവസരത്തിലും അവിടെ ഒരാളിങ്ങനെ നീണ്ടു നിവർന്ന് സെക്രട്ടേറിയറ്റിൻ്റെ ഗേറ്റിനോട് ചേർന്നിട്ട് കിടപ്പുണ്ട്, ആ കമ്പി അഴികളോട് ചേർന്ന് കിടപ്പുണ്ട്. മറ്റാരുമല്ല, ഇപ്പോഴത്തെ തലമുറയ്ക്ക് അറിയില്ല, അതാണ് പാപ്പനംകോട് വിജയകുമാർ എന്ന് പറയുന്ന ആളാരായിരുന്നു. അദ്ദേഹം പ്രോഗ്രസീവ് സ്റ്റുഡൻസ് യൂണിയൻ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ തീപ്പൊരി പ്രവർത്തകനും വാഗ്മിയും ഒക്കെ ആയിരുന്ന ആളാണ്. നേരത്തെ ഒരു കക്ഷി ഉണ്ടായിരുന്നു, PSP, പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി, ഇന്നതില്ല. ആ പാർട്ടിയുടെ വലിയൊരു പട്ടംതാണുപിള്ളയുടെ പാർട്ടി അതായിരുന്നു, തിരുവനന്തപുരത്ത് തന്നെ. ആ പട്ടംതാണുപിള്ളയുടെ പാർട്ടിയുടെ ആളാണ് അദ്ദേഹം. ഇന്ന് പട്ടിണിയും പരിവട്ടവും മുഷിഞ്ഞ വസ്ത്രങ്ങളുമായിട്ട് ദയനീയമായിട്ട് സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ ഒരു ഓർമ്മത്തെറ്റ് പോലെ അദ്ദേഹം കിടക്കുകയാണ്. വടിയും കുത്തിയാണ് നടക്കുന്നത്, വടിയല്ല, താങ്ങാനൊരു ഇതുമായിട്ട് നടക്കുകയാണ്, അസുഖമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടി സ്വന്തം ജീവിതം ബലി കഴിച്ചതായിരിക്കാം, പക്ഷെ അതിദരിദ്രനാണ്. അല്ലെങ്കിൽ അവിടെ വന്ന് കിടക്കുമോ, അന്തി ഉറങ്ങുമോ, എല്ലാ ദിവസവും പകലും രാത്രിയും ചൂട് പിടിച്ച പകലുകളിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ആ വേലുത്തമ്പ് ചിലവയുടെ പ്രതിമയ്ക്ക് മുമ്പിൽ ഉണ്ടാകും. നിങ്ങളിപ്പോൾ പോയി നോക്കൂ, പറഞ്ഞത് കള്ളമാണോന്ന്, മനസ്സിലായില്ലേ? അതുപോലുള്ള ദാരിദ്ര്യം ഈ തിരുവനന്തപുരത്ത് തന്നെ ചെങ്കൽച്ചൂളയിൽ നമുക്ക് കാണാം. കഴിഞ്ഞ ദിവസമാണ് ചെങ്കൽച്ചൂളയിൽ നിന്നുള്ളൊരു പയ്യൻ, നല്ല സുന്ദരനായിട്ടുള്ളൊരു പയ്യൻ, അവൻ്റെ പേര് ഞാൻ പറഞ്ഞത് പ്രണവ്, അങ്ങനെ കണ്ടൊരു പേരാണ്, പ്രണവ് അങ്ങനൊരു പേരാണ്, ചെറുപ്പക്കാരൻ. ഞാൻ അവനോട് ചോദിച്ചു, ഹോട്ടലിലെ കൗണ്ടറിലെ ജോലിക്കാരനായിട്ട് വന്നിരിക്കുക, ഞാൻ എത്ര ക്ലാസ് വരെ പഠിച്ചു, എവിടെയാണ് താമസിക്കുന്നത്? അപ്പം പറഞ്ഞു എവിടെയാണ്, എത്ര ക്ലാസ് വരെ പഠിച്ചു? ഞാൻ സ്കൂളിലൊന്നും പോയിട്ടില്ല. ഞാൻ പറഞ്ഞു എന്താ പോവാഞ്ഞേ? അതിനുള്ള സാഹചര്യമൊന്നുമില്ലായിരുന്നു. കാരണം എന്താണ്, അവൻ ചെങ്കച്ചോളയിലെ ഒരു പ്രജയാണ്, നല്ല പൊക്കമൊക്കെയുള്ള ആരോഗ്യമുള്ളവർ. എന്നിട്ട് അവിടെ വന്നിട്ട് അവിടുത്തെ ആളുകൾ താമസിക്കുന്ന മുറി കഴുകാനും വെടിപ്പാക്കാനും വേണ്ടി അവൻ വന്ന് നിയുക്തനായിരിക്കുകയാണ്, നിസ്സാരമായ ശമ്പളം കൊണ്ട്. എനിക്ക് ചങ്ക് പൊടിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചൊരു 100 രൂപ എടുത്ത് കയ്യിലേക്ക്, വേണ്ട ഞാനിത് വാങ്ങിക്കില്ല സാറേ എന്ന് പറഞ്ഞു. നമുക്ക് അതിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ വരുമാനം അനുസരിച്ചിട്ട്? അപ്പോൾ കാണുമ്പോഴെല്ലാം അവൻ എന്തോ ഒരു സ്നേഹമാണെന്ന് പറഞ്ഞു, നിഷ്കളങ്കമായ സ്നേഹം. ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ ഒരു പ്രധാനപ്പെട്ട ഹോട്ടൽ, സ്വകാര്യ ഹോട്ടലിൻ്റെ മുമ്പിൽ അവനുണ്ട്, പോഷ് ഹോട്ടലിൻ്റെ മുമ്പിൽ തന്നെ അവനുണ്ട്. ഇപ്പോഴും ഉണ്ട് അങ്ങനെയുള്ള വിടുവേല ചെയ്ത് ഈ സമൂഹത്തിനും ഈ ഗവൺമെൻറ്റിനും നമുക്കെല്ലാവർക്കും ഇതിൻ്റെ ഉത്തരവാദിത്വമില്ലേ? അവന് ഡിഗ്നിറ്റി ഓഫ് ലൈഫ് ഉണ്ടോ? ചെറുപ്പക്കാർ 10-19 വയസ്സേ കാണുന്നുള്ളൂ. നമ്മുടെയൊക്കെ മക്കളെ അങ്ങേയറ്റമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ ഇവൻ്റെ സ്ഥിതി ഇതാണ്. അപ്പോൾ നമുക്ക് സന്തോഷിക്കാൻ, നമ്മുടെ മക്കൾ ഉയർന്നാലും നമുക്ക് സന്തോഷിക്കാനൊരു വകയില്ല. കാരണം എല്ലാ ഭാരതീയരും നമ്മുടെ സഹോദരന്മാരാണ്. ഇതുപോലൊരു ക്രൂരതയാണ് PM ശ്രീ പദ്ധതി ഉപേക്ഷിക്കുക വഴി ഈ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ചെയ്തത്. അവരുടെ മക്കളെ എല്ലാം അങ്ങ് വിദേശത്ത് സർവകലാശാലകളിൽ നല്ല പണമുണ്ടവർക്ക് പൊളപൊളപ്പൻ വിദ്യാഭ്യാസം കൊടുക്കും.
യൂറോസെൻട്രിക് ആയിട്ടുള്ള വിദ്യാഭ്യാസം. ഇവിടെ ഇൻഡോസെൻട്രിക് ആയിട്ടുള്ള വിദ്യാഭ്യാസം ഇൻ്റർനാഷണൽ നിലവാരത്തിൽ നമ്മുടെ കുട്ടികൾ അനുഭവിക്കരുത്, ഞങ്ങളുടെ കുട്ടികൾ അങ്ങ് കേമന്മാരായിക്കോട്ടെ എന്നുള്ള ഒരു മനോഭാവമാണ് ഇത് PM ശ്രീ വേണ്ട എന്ന് പറഞ്ഞതിന് പിന്നിലുള്ളത്. അല്ലെന്ന് തോന്നുന്നുണ്ടോ രഞ്ജനിക്ക്? അത് വേറൊരു വിഷയമായിട്ട് നമ്മൾ പറയുന്നില്ല. എന്ന് പറയുന്നത് പോലെയാണ് മറ്റുള്ളവന് ഒരു നേരത്തെ ആഹാരമില്ലെങ്കിൽ പോലും നമ്മുടെ കേരളം അങ്ങ് പുരോഗമിച്ചു, അതിദാരിദ്ര്യ വിമുക്തമായി എന്നുള്ള ഒരു PR എക്സർസൈസ് നടത്തുകയാണ്. തള്ളൽ എന്ന് നമ്മൾ ശുദ്ധ മലയാളത്തിൽ പറയും അല്ലേ, തള്ളൽ. ആ ഒരു തള്ളൽ നടത്തിക്കൊണ്ട് അവരുടെ അടുത്ത തെരഞ്ഞെടുപ്പുകൾ വിജയിക്കാനുള്ള. എനിക്ക് മറ്റൊരു സംശയം കൂടിയുണ്ട്. ഇപ്പം നിയമസഭയിൽ ഇത് പാസ്സാക്കുക, അല്ലെങ്കിൽ നിയമസഭയിൽ ഈ ഒരു പ്രഖ്യാപനം നടത്തുക, പൊതുമധ്യത്തിൽ ഈ ഒരു പ്രഖ്യാപനം നടത്തുമ്പോൾ പ്രതിപക്ഷം അതിൽ നിന്ന് വേറിട്ട് നിൽക്കുമ്പോൾ ആ ഒരു പ്രഖ്യാപനം എങ്ങനെയാണ് നിയമസാധുത, അല്ലെങ്കിൽ അതൊരു ശരിയായിട്ടുള്ള ഇത് ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരു പക്ഷേ പാർട്ടി, രാഷ്ട്രീയം, മതം, വർഗം എല്ലാവരും ഒത്തൊരുമിച്ച് ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങൾ ഏകപക്ഷീയമായിട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രം എടുക്കാൻ പറ്റുമോ? അതിനാണ് ഇന്നിപ്പോൾ നിയമസഭ വിളിച്ചു കൂട്ടി, അത് കുളമായി, പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. അപ്പോൾ എല്ലാവരെയും ഒന്ന് ഞെട്ടിച്ചുകൊണ്ട് നിയമസഭ ഏകകണ്ഠമായിട്ട്, അങ്ങനെയാണല്ലോ BJPക്കെതിരെയും കേന്ദ്രത്തിനെതിരെയും പ്രമേയം പാസ്സാക്കിക്കൊണ്ടിരുന്നത്. അതുപോലെ ഒന്നാകാം, അവിടെ ഒന്ന് ഹീറോ ആവാമെന്ന് വിചാരിച്ചാണ്. പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. പൊള്ളയാണെന്ന് കേരളത്തിലെ പ്രമുഖ MK കണ്ണൻ സാറ്. MK കണ്ണൻ എന്ന് പറയുന്നത് വിജ്ഞാനത്തിൻ്റെ ഒരു നിധിയാണ് അദ്ദേഹം. കള്ളമൊന്നും പറയില്ല, ഇടതുപക്ഷ സഹയാത്രികയാണ്. എത്രയോ സംവാദങ്ങളിൽ വന്നിരുന്നിട്ടുള്ളതാണ്, ഇതുപോലെ വന്നിരുന്നിട്ടുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം. അറിവിൻ്റെ പാരാവാരമാണ്. വളരെ മിതമായ ഭാഷയിലാണ് അദ്ദേഹം പറഞ്ഞത്. ഇങ്ങനെയൊന്ന് അസാധാരണവും അസ്വാഭാവികമായിട്ടുള്ളതെന്നും. ഇടതുപക്ഷ സഹയാത്രികർ മുഴുവൻ ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. വിവരമുള്ളവരല്ല. MP രാജേഷ് അവരിൽ നിന്ന് ഇവർക്ക് വിവരമില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവർ പറഞ്ഞ മറുപടി കുറച്ച് വിനയമാകാൻ രാഷ്ട്രീയക്കാർ, അത്രയേ പറഞ്ഞുള്ളൂ. കാരണം അവർ സംസ്കാര സമ്പന്നരാണ്, സിവിലൈസ്ഡാണ്. അതുകൊണ്ട് രാജേഷ് ഇത് തെറ്റായ വഴിയിലാണിത് പോകുന്നത്, ഈ പ്രഖ്യാപനം നടത്തുന്നതിൽ അങ്ങയുടെ രക്തവും കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും തെറ്റായ ഒരു നിഗമനത്തിലാണ് എത്തിയിരിക്കുന്നത്. കേരളം തീർച്ചയായിട്ടും അതിദാരിദ്ര്യമല്ല, ദാരിദ്ര്യ വിമുക്തമാവണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഈ കേരളത്തിലെ 3 കോടി ജനങ്ങളും. ഒരു സംശയമില്ല. ഞങ്ങളുടെ പോക്കറ്റിൽ നിന്ന് അതിന് വേണ്ടിയിട്ട് വേണ്ടുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ ഹോംവർക്ക് ചെയ്യാതെ വെറുതെ സ്വയം പരീക്ഷ എഴുതിയിട്ട് അതിൽ 100 മാർക്കെന്നും പറഞ്ഞ് പേപ്പർ ഇങ്ങനെ ഉയർത്തി കാണിക്കുകയാണ്. ഇത് പൊള്ളത്തരമാണ്, വങ്കത്തരമാണ്, പൊങ്ങച്ചമാണ് എന്നുള്ള ഒരു സംശയമില്ല. വലിയ കഷ്ടമാണ് കേട്ടോ. നമ്മുടെ സത്യസന്ധത വെടിഞ്ഞ് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ്. രഞ്ജനി ആദ്യം ചോദിച്ച ചോദ്യം, ഇത് വിശ്വാസ്യതയുണ്ട്. ഈ ഗവൺമെൻറ്റിൻ്റെ ഏത് കാര്യത്തിലാണ് വിശ്വാസ്യതയുള്ളത്? ഏതെങ്കിലും കാര്യത്തിൽ ക്രെഡിബിലിറ്റി ഫാക്ടർ ഉണ്ടായിട്ടുണ്ടോ ഈ ഗവൺമെൻറ്റിന്? ഉണ്ണികൃഷ്ണൻ പൊറ്റിയുടെ സഹായിയായിട്ടുള്ള, അങ്ങനെ തന്നെ ഞാൻ പറയട്ടെ, ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിൻ്റെ ക്രെഡിബിലിറ്റി അല്ലേ ഗവൺമെൻറ്റിനുമുള്ളൂ? അവിടെ ഞങ്ങളുടെ ആൾക്കാരെ ഞാൻ വെച്ചിങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന്. എവിടെ? നമ്മുടെ UB ഗ്രൂപ്പ് കൊടുത്ത സ്വർണത്തിൻ്റെ രേഖകൾക്ക് വേണ്ടി ഞാനിവിടെ ആളുകളെ വെച്ച് നടത്തി ഇത്രയും നാളായിട്ടും കണ്ടില്ലെന്ന് ഇയാൾ പറയുക. എന്ത് ക്രെഡിബിലിറ്റി അയാൾക്കുള്ളത്? രഞ്ജനിക്കറിയാം ഒരു ഓഫീസിൽ എങ്ങനെയാണ് ഫയലുകൾ സൂക്ഷിക്കുന്നതിന്. അതായത് ഓരോ വർഷത്തേത് ഓരോ ഫയലായിട്ട്, വലിയ കെട്ട് ഫയലായിട്ട് ഓരോന്ന് സൂക്ഷിച്ച് വയ്ക്കുക. അപ്പോൾ ഏത് വർഷമാണെന്ന് അറിയാൻ ഒരു പ്രശ്നം. ഏത് വർഷമാണെന്ന് അറിഞ്ഞാൽ ആ ബുക്കിംഗ് എടുത്താൽ മതി, അല്ലെങ്കിൽ ആ ഫയലിംഗ് എടുത്താൽ മതി. വില്ലേജ് ഓഫീസിലൊക്കെ അങ്ങനെയല്ലേ നടക്കുന്നത്? ഏതാണ്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള റെക്കോർഡുകൾ എടുത്ത് വരുന്നത് അങ്ങനെയല്ലേ? അങ്ങനെയാണ്. ഞങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അയാൾ മുക്കി, ഇപ്പോൾ SIT അത് പൊക്കി, അതല്ലേ അതിൻ്റെ വാസ്തവം. അതുപോലുള്ള ക്രെഡിബിലിറ്റി മാത്രമേ, ദേവസ്വം ബോർഡിൻ്റെ ക്രെഡിബിലിറ്റി മാത്രമേ ഈ സംസ്ഥാന മന്ത്രിസഭയ്ക്കും ഉള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു വസ്തുത. തീർച്ചയായിട്ടും കേരളം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നികുതി ഭാരം കൊണ്ട് മുട്ട് വിറച്ച്, അല്ലെങ്കിൽ എന്താ പറയുന്ന തലകുനിച്ച് നിൽക്കുന്ന, തലഭാരമായിട്ട് നിൽക്കുന്ന ജനങ്ങളുടെ അവസ്ഥ ഒന്നാലോചിച്ച് നോക്കി. എങ്ങനെ ദാരിദ്ര്യവിമുക്തം തന്നെ ആകാൻ സാധ്യത വരും എന്നുള്ളതാണ് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. മാത്രമല്ല ഈ പറയുന്നത് പോലെ വ്യവസായവൽക്കരണം, മറ്റൊരു സാമ്പത്തിക സ്രോതസ്സും ഇല്ല. ഈ ടാക്സ് കൂട്ടുക എന്നുള്ളതല്ലാതെ, സ്റ്റാർട്ടപ്പ് കമ്പനികൾ അവിടെ സ്ഥാപിച്ചു ഇവിടെ സ്ഥാപിച്ചു എന്നതല്ലാതെ എങ്ങും ഒരുപക്ഷെ നമുക്ക് അന്യ സംസ്ഥാനങ്ങളിലോടൊക്കെ പോയ പല തൊഴിലധിഷ്ഠിത സ്ഥാപനങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇവിടെ ഇത്തരത്തിലുള്ള ഒന്നും തന്നെ കാണാൻ പറ്റുന്നില്ല. വ്യവസായം എന്നുള്ളത് കേരളത്തിൽ ഒരുപക്ഷെ ചുരുക്കം മാത്രമേ ഉള്ളൂ. ഈ ഒരു അവസ്ഥയിൽ കേരളം എങ്ങനെ അതിദാരിദ്ര്യ വിമുക്തമായി എന്നുള്ള ആശങ്കയാണ്. ഒരുപക്ഷെ നിലവിലുള്ള കുടുംബങ്ങളുടെ കഞ്ഞുകൂടി കൂടി മുട്ടിക്കുന്ന തരത്തിലാണ് പിണറായി സർക്കാർ ഈ ഒരു പ്രഖ്യാപനം നടത്തുന്നത്. ചിരിക്കാനല്ലാതെ മറ്റൊന്നും നമുക്ക് പറയാൻ. കരയുക കേരളമേ, അതേ ഉള്ളൂ നിവൃത്തി. ഈ കള്ളങ്ങളൊക്കെ ഇങ്ങനെ തട്ടിവിടുന്നത്, അതിന് സിനിമാ നടന്മാരെ കൂട്ടുപിടിക്കുക, എന്തൊക്കെയാണ് ഈ നടക്കുന്നത്? സത്യസന്ധത വേണ്ടേ? നിങ്ങളോട് തന്നെ ഒരു സത്യസന്ധത പാലിക്കണ്ടേ?
അതുപോലുമില്ലാത്ത സത്യാനന്തര കാലത്തിലൂടെയാണ് കേരളത്തിൻ്റെ വ്യഥകൾ ഇപ്പോൾ കടന്നു പോകുന്നത്.